ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. എന്റെ ആദ്യത്തെ എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തുടങ്ങാൻ പോവുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. എന്റെ ഒരു പുതിയ ചാനലാണ്, വല്ലപ്പോഴാണ് വീഡിയോ ഇടുന്നതെന്ന് നിങ്ങൾക്ക് വിചാരിക്കാം. കാരണം എനിക്ക് കുറച്ച് നാളായിട്ട് സുഖമില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫോട് കൂടി വീണ്ടും തുടങ്ങിയേക്കാന്ന്. ആദ്യം നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറോട് കൂടിയാട്ടോ നമ്മുടെ ഡേ ആരംഭിക്കുന്നത്. പല്ല് തേയൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി നല്ലൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം നന്നായി കഴുകുക. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫേസ് ഷോപ്പിന്റെ കൊറിയൻ സ്കിൻ കെയർ ഫേസ് ഷോപ്പില്ലേ, അതിന്റെ റൈസ് ഫേസ് വാഷ് ആണ്. അത് പുതിയതായിട്ട് മോക്കുരു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുഖം ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഒത്തിരി പാടുകളും കുരുക്കളൊക്കെ വരുന്ന സ്കിന്നാണ്. അപ്പോ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പുതിയ പുതിയ മോക്കുരുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് തന്നെ ദൈവത്തിന് നന്ദി. അപ്പോൾ മുഖം നന്നായി കഴുകി ഈ മുഖം അങ്ങ് വറ്റി വരണ്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ നനമോട് കൂടി ഞാൻ സ്നെയിൽ മ്യൂസിയം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു സ്കിൻ ബാരിയർ പ്രൊട്ടക്ഷൻ തരുന്ന സാധനമാണ്. അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് മോക്കൊരു പിന്നെയും കുറച്ചും കൂടി ഒന്ന് കൺട്രോൾ ആയി വരണേന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും ഫേസ് വാഷും കൊള്ളാം, സ്കിൻ മ്യൂസിനും കൊള്ളാം. നെക്സ്റ്റ് എല്ലാ മോക്കുരും ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ അക്വലോജിക്കയുടെ ഒരു അടിപൊളി സൺസ്ക്രീൻ ആണ്. അങ്ങനെ സൺസ്ക്രീനിന്റെ കാര്യത്തിൽ എനിക്കൊരു സൊല്യൂഷൻ കിട്ടി. കാരണം മറ്റ് സൺസ്ക്രീനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ മുഖത്ത് പുതിയ പുതിയ കുരുക്കൾ ഉണ്ടാവുമായിരുന്നു. ഏതായാലും ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ഒരു മന്ത്ലി ആ ഒരു ഹോർമോൺ ഇംബാലൻസിനുള്ള ഒരു കുരുക്കൾ ഒഴിച്ച് വേറെ അങ്ങനെ ഒന്നും പുതിയതായിട്ട് കുരുക്കളൊന്നും ഉണ്ടാകാറില്ല കേട്ടോ. ദൈവത്തിന് നന്ദി അതിനും. ഏതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ ചെറിയൊരു അടുക്കളയാണ്. നമ്മൾ ഇന്നലെ ദോശമാവ് അരച്ചു വെച്ച് അതൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ദോശയ്ക്കുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ദോശയും ചമ്മന്തി മതിയെന്നാണ് പറഞ്ഞേക്കുന്നത് ഹസ്ബൻഡിനും എല്ലാവർക്കും. കാരണം എനിക്കങ്ങനെ ചോറ് നിർബന്ധമില്ല. ഇപ്പൊ വണ്ണം ഒരുപാട് കൂടിയുണ്ട്. ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചമ്മന്തിക്കുള്ള തേങ്ങ അരച്ച് ദേ ഒരു പാല് ഒരു സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചമ്മന്തി നമുക്കൊന്ന് അരച്ചെടുക്കാം. ചമ്മന്തിക്കും നമ്മൾ ചുവന്ന ചമ്മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ചമ്മന്തി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പാല് തിളച്ച്, അതായത് ചായ തിളച്ചിട്ടുണ്ട്. നമ്മൾ മസാല ചായ ആയിരുന്നു ഉണ്ടാക്കിയത്. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അല്ല, ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ട് ചായ മാറ്റിയതിന് ശേഷം ഞാനൊരു വേറൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട്. അടുത്ത അടുപ്പിൽ മാഗിയും വെച്ചിട്ടുണ്ട് കേട്ടോ, കൊച്ചിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഏകദേശം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഇത് തന്നെയാണ് ഞാൻ ഓഫീസിൽ ടിഫിൻ ബോക്സിലും കൊടുത്തു വിടണത്. പിന്നെ സ്കൂളിലും പോകുന്ന ആൾക്ക് വേണ്ടി മാത്രം കുറച്ച് സാധനങ്ങളും കൂടി ഇനി ഉണ്ടാക്കിയാൽ മതി. ഏതായാലും ദോശയായി, നമ്മുടെ മാഗിയായി. ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഞ്ചലിനെ ട്യൂഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകണേ കേട്ടോ. അപ്പൊ ഞാൻ മാത്രമല്ല, ഏഞ്ചലും ഉണ്ട്, ഏഞ്ചലിന്റെ ഫ്രണ്ട് ധ്യാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട് സുവിനിയും ഉണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടെയാണ് ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ താഴ്വശമാണ്. ഒരിച്ചിരി കുറച്ചങ്ങ് നടക്കണം കേട്ടോ. നമുക്കൊരു മെയിൻ റോഡിലേക്ക് എത്തിപ്പെടുന്നതിന് കുറച്ച് മതിയേ. അതാണ് നമ്മുടെ റോഡ്. നല്ല തിരക്കുള്ള റോഡൊക്കെ ആട്ടെ. ഇപ്പൊ ഇച്ചിരി തിരക്ക് കുറഞ്ഞിരിക്കുകയാണ്. രാവിലെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അപ്പൊ ഞങ്ങള് പിള്ളേരെ ട്യൂഷന് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ പോയ വഴിക്കൊക്കെ ഒരു മഴയൊക്കെ പെയ്തു. ഇവര് കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുടയൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങളുടെ കുടയിൽ കയറി പോവുകയാണ്. തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ പച്ചക്കറി കടയിൽ ഒന്ന് കയറി. കാരണം സാൻഡ്വിച്ചിനുള്ള, അതായത് ടിഫിന് കൊടുത്തുവിടാനുള്ള സ്കൂളിലെ ടിഫിന് കൊടുത്തുവിടാനുള്ള സാൻഡ്വിച്ചിനുള്ള കുറച്ച് വെജിറ്റബിൾ മേടിക്കണമായിരുന്നു. കൊണ്ടുവന്ന വെജിറ്റബിൾ എല്ലാം ക്ലീൻ ആക്കി ഇനി നമുക്കിതെല്ലാം നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇനി അടുത്തത് സാൻഡ്വിച്ച് മേക്കിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ക്യാബേജൊക്കെ അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ടു. ഈ ക്യാബേജ് ക്യാരറ്റും കൂടെ നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. അത് വളരെ ചെറിയ തിന്നായിട്ട് വേണം കേട്ടോ നമുക്കിത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇത് അരിഞ്ഞെടുത്ത വെജിറ്റബിൾ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇടാം, കുറച്ച് ഉപ്പും കൂടെ കൂട്ടി. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സോഫ്റ്റ് ആയി കിട്ടും. മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേനും നമ്മളിത് നന്നായിട്ട് ഈ വെജിറ്റബിൾ, ക്യാബേജിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി നല്ല സോഫ്റ്റ് ആവട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വന്നായിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ കളഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ എടുത്തിട്ട് ഞാൻ മയോണീസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിനുള്ള മയോണീസ് ഇടുക. അത് ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് നമുക്ക് എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അത്രയും ബ്രെഡ് എടുത്ത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്യാം. ഞാൻ ബട്ടർ ഇല്ലാതെ ഡ്രൈ ആയിട്ട് ടോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ അരികൊക്കെ കളയുന്നു, കാരണം അരികൊന്നും കഴിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത് ഫില്ല് ചെയ്തതിന് ശേഷം 4 ബ്രെഡാണ്. അപ്പോൾ 2 സാൻഡ്വിച്ച് ഉണ്ടാക്കി നമുക്ക് ടിഫിൻ ബോക്സിൽ വെക്കാം. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ട്യൂഷൻ സെന്ററിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം. അത് ഞാൻ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇതൊരു വൈകുന്നേര സമയം കേട്ടോ. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് ഒരു 6 മണി 7 മണിയൊക്കെ ആയി കാണും ഇവിടെ. ഈ സമയത്താണ് ഞങ്ങൾ മാർക്കറ്റിൽ പോയത്. നല്ല മഴ പെയ്ത് ചെളിയായിട്ട് കിടക്കുകയാണ്.
അപ്പോൾ അവിടെ കുറച്ച് പൂക്കാരൻ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവര് 50 രൂപ ഇങ്ങനത്തെ 3 പൂവിന്, അത് ഞങ്ങൾ മേടിച്ചു. ഒരു 3 ഇതുപോലത്തെ ഒരു ഫ്ലവർ വേസ് ചെറുത് 3 നമുക്ക് കിട്ടും. അപ്പൊ 50 രൂപയ്ക്ക് അതും മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങ് മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പം നല്ല ചെളിയായിട്ട് ഇതിനകത്ത് നടക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണ് ഈ പിള്ളേരുടെ കളിക്കണ കുറച്ച് സാധനങ്ങളും പിന്നെ എന്താ പറയണത്, നമ്മുടെ വീട്ടിലൊക്കെ ഇടാവുന്ന പ്ലാസോ ഇല്ലേ, അതൊരു 150 രൂപയ്ക്കാട്ടോ 2 വീതം. അതായത് നമുക്ക് 2 ഏതെങ്കിലും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ 150 രൂപ. ഇത് നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ്. പക്ഷെ ഇതൊന്നും ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നുമല്ല. ബ്രാൻഡഡ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവർക്കൊന്നും പറ്റിയതല്ല. പക്ഷെ ഇവിടുത്തെ ആളുകൾ എല്ലാം ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്, അവർ ഉപയോഗിക്കാറുണ്ട് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുംബൈ ലോക്കൽ, അതായത് മുംബൈ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറയും. ഇപ്പൊ നല്ല ചെളിയായിട്ട് കിടക്കുവാണ് ഈ ഗ്രൗണ്ട് മുഴുവൻ. വീട്ടിൽ വന്നു ചോറുണ്ട് കിടന്നുറങ്ങി. ഇതാണ് നമ്മുടെ ഒരു ദിവസം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ ബൈ ബൈ.